നമ്മൾ അത്യാവശ്യം നല്ല ഇതിൻ്റെ പരിക്കൊക്കെ ഇതിമേ തന്നെ കാണാനുണ്ടാവും കണ്ടോ. കപ്പ് ഗ്രാമിൻ്റെയാണ്. നമ്മൾ വാമീനിട്ടാൽ നല്ലൊരു ഹായ്, സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എന്റെ പേര് നിസാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാക്കിൾസിനെ പറ്റിയിട്ട്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൈവശമുള്ള ഫ്രോഗ് ലൂർസ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഫ്രോഗ് ലൂർസ്. അപ്പോൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് മാറ്റി വെക്കുക. ഇത് വരട്ടെ. ഇത് ഒരു 12 ഗ്രാം വരുന്ന നമ്മുടെ നാടൻ വരാലിനും അതുപോലെ തന്നെ ചെറുമീനിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രോഗാണ്. 12 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഒരുപാട് ആംഗ്ലേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രോഗാണിത്. അതുപോലെ തന്നെയാണ് ഇതും ഒരു 7 ഗ്രാം വെയിറ്റ് വരുന്ന ലൂക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രോഗാണ്. ഇതും ലൂക്കാനയുടെ കമ്പനിയുടെ ഫ്രോഗ് തന്നെയാണ്. ഇത് 7 ഗ്രാമാണ് വരുന്നത്. ഒരു സ്പിന്നർ ടൈപ്പ് ആയിട്ടുള്ള ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രോഗ് തന്നെയാണ്. നാടൻ വരാലിന് പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സാധനം തന്നെയാണ്. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇരിക്കുന്നത്. ഈ 2 കളർ നമ്മൾ കൈവശമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു 8 ഗ്രാം. ഇത് 7 ഗ്രാം ആയിരുന്നു. ഇത് 8 ഗ്രാമാണ് വരുന്നത്. ലുക്കാനയുടെ ഫ്രോഗ് തന്നെയാണ്. അത്യാവശ്യം നല്ല ചെറുമീൻ വലുതടിക്കൂല, കുഴപ്പമില്ലാത്ത ഒരു മസ്റ്റാർഡ് ഹുക്കാണ് വരുന്നത്. ഇതുവരെ നമ്മൾ ഇതിന് അധികം ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ തൊട്ടടുത്തൊക്കെ നമുക്ക് ചെറുമീനൊന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ ചെറുമീന് വേണ്ടി ട്രൈ ചെയ്തിട്ടൊന്നും ഇതുവരെ കുറേ സ്പോട്ടിലൊക്കെ പോയി നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് വരും വീഡിയോകളിലൊക്കെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ചെറുമീനൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ വെച്ചിട്ടുള്ള ഫ്രോഗാണ് ഈ കാണുന്നതൊക്കെ. ഒരു 8 ഗ്രാം വരുന്ന ഒരു ഫ്രോഗാണിത്, ലൂക്കാനയുടെ തന്നെ. പിന്നെ ഇത് നാടൻ വരാലിന് പറ്റിയിട്ടുള്ള ചെറുതും അത്യാവശ്യം നാടൻ്റെ ഒക്കെ അറിയാലോ, അധികം വലിയ സൈസൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഒത്തിരി നാടൻ ചെറിയ സൈസൊക്കെ അതിൽ കയറി പിടിക്കും. ഒരു സ്പിന്നർ ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 4 ഗ്രാമാണ്. അപ്പോൾ ഇത്രയും ലൂക്കാനയുടെ ഫ്രോഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു കിക്കർ ഫ്രോഗ്, ബാസ് ആർട്ട് എന്നിട്ടുള്ള ഒരു കമ്പനിയുടെ കിക്കർ ഫ്രോഗാണ്. തുറന്ന് കാണിച്ചുതരാം. ഇതൊരു ചൈനയാണ്. ഞാൻ അലി എക്സ്പ്രസ് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. കണ്ടല്ലോ, ഒരു സ്പിന്നർ ടൈപ്പൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു തന്നെ കേട്ടോ. മെറ്റീരിയലിനൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കൈവശമായിട്ട് കുറച്ചായി. ഇതിലൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ ഇരിക്കുകയാണ്. ഇതിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു കിക്കർ ഫ്രോഗ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഈ ഒരു തായ് ഫ്രോഗ്. ഇത് ചൈന തന്നെയാണ്. അലി എക്സ്പ്രസ് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ചൈന ഒരു ഫ്രോഗാണ്. ഇതിൽ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. നമുക്ക് അന്നൊന്നും നമ്മുടെ കയ്യിൽ എന്താ പറയുക, ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമാണ്. ഒത്തിരി മുന്നേ നമ്മളിപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിന് മുന്നേ ഉള്ള നമ്മുടെ കയ്യിലുള്ള സാധനമാണ് ഈ കിക്കർ ഫ്രോഗൊക്കെ. ഇതിൽ അത്യാവശ്യം നമ്മൾ ചെറുമീനല്ല നാടൻ വരാലിനെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്, ഈ ഒരു ഫ്രോഗിനകത്ത്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് നോയിവി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വലിയ ഫ്രോഗാണ്. അത് നമ്മുടെ വാഹല്ലേ, മയിൽവാഹ, അങ്ങനത്തെ വലിയ ചെറുമീൻ, മയിൽവാഹ, ഇതിനൊക്കെ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോഗാണിത്. നോയിബി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രോഗാണ് വരുന്നത്. അതിൻ്റെ ഒരു കളർ ചേഞ്ച് കൊണ്ടിരിക്കുന്നത് ബ്ലാക്ക്. ഈ 2 സൈസിൽ അത്യാവശ്യം വലിയ സൈസാണ്. ഞാൻ പറഞ്ഞ പോലെ വാഹക്ക് പറ്റിയിട്ടുള്ള ഫ്രോഗാണിത്. അതിൻ്റെ ഫ്രോഗ് വരുന്നത് ഡാൻസർ ഫ്രോഗ് എന്നാണ് പേര്. ഇതാണ് ബോക്സ്. അതേപോലെ തന്നെ ഈ ഒരു ഫ്രോഗ്, ഇതും നോയിബി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രോഗ് തന്നെയാണ്. വാഹക്ക് പറ്റിയിട്ടുള്ള ഫ്രോഗാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആംഗ്ലേഴ്സൊക്കെ ഈ ഒരു ഫ്രോഗ് യൂസ് ചെയ്യാറുണ്ട്. വാഹക്ക് വേണ്ടിയിട്ട്, വലിയ വാഹല്ലേ, മയിൽവാഹ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രോഗാണ്. അപ്പോൾ ഇത്രയും ഫ്രോഗാണ് നമ്മുടെ കൈവശമുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ജിഗ്ഗിങ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ സ്പൂൺ ലൂറും. ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ സ്പൂൺ ലൂറ്. സംഭവം ഇത് നമ്മുടെ അയച്ചു മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്പ്ലിറ്റ് റിങ്ങും മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഹുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണ്. നമ്മളങ്ങനെ ഒരു സ്പോട്ടിലോട്ട് വാളിനൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്ത് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് കരുതി വെച്ചിരിക്കുക. അപ്പോൾ അതാണ് ഇങ്ങനെ നമ്മൾ 2 കഷ്ണമാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതേമാതിരി നമ്മുടെ ഈ ബോക്സിനകത്ത് വരുന്ന ജിഗ്ഗർ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ. ഇതേ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇതെല്ലാം ഞാൻ ചൈനൻ്റെ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ചൈനൻ്റെയാണ്, പക്ഷെ നല്ല ഉക്കാട്ടോ. അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഇതുവരെ മീൻ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ കാണുന്നതിലൊന്നും നമ്മൾ പിടിച്ചിട്ടില്ല.
ഈ അതിനകത്ത് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്, ഒരു വറ്റക്കുട്ടിനെ പിടിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇത് കാണിച്ചു തരാം. ഒരു ഗോൾഡ് കളറ് ജിഗറാണ് ഈ വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 40 ഗ്രാമാണ്. ഈ ഒരു ജിഗറിൻ്റെ വെയിറ്റ് വരുന്നത്. സിംഗിൾ ഹുക്കാണ്, അസിസ്റ്റ് ഹുക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു ചൈന ജിഗറാണിത്. അപ്പോൾ ഇത് നമ്മുടെ കൈവശമുണ്ട്. സോറി, ഭയങ്കര സൗണ്ട്. പിന്നെ അതുപോലെ ഇത് ഞാൻ പറഞ്ഞു, നമ്മളൊരു വറ്റക്കുട്ടിനെ ഇതിനകത്ത് പിടിച്ച്, വറ്റക്കുട്ടി എന്ന് പറയാൻ 1/2 കിലോൻ്റെ സൈസ് വരുന്ന ഒരു വറ്റക്കുട്ടി കുറേ മുന്നേ പിടിച്ചിട്ടുണ്ട്. ഇതൊരു ചൈനൻ്റെ തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 30 ഗ്രാമാണ്. 30 ഗ്രാം വരുന്ന ഒരു ജിഗറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെ കേട്ടോ. ഒത്തിരി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് അസിസ്റ്റ് ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഹുക്കായിട്ടുണ്ടായിരുന്നു, രണ്ടും അസിസ്റ്റ് ഹുക്കിലും അതുപോലെ തന്നെ ബാക്കിൽ ഈ സപ്പോർട്ട് ഹുക്കർ ഇതിലും ഹുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജിഗർ നമ്മുടെ കൈവശമുണ്ട്. ഇതൊരു മൾട്ടി കളറാണ്, ഒരു പിങ്ക്, യെല്ലോ, ബ്ലൂ ഒക്കെ ആയിട്ട് വരുന്ന ഒരു മൾട്ടി കളറാണ്. അപ്പോൾ കാണിച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഇതിനൊരു അസിസ്റ്റ് ഹുക്ക് ഉണ്ട്, ഒരു ബ്ലൂ ഗ്ലോസി ആയിട്ടുള്ള ടൈപ്പ്. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, രണ്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. 30 ഗ്രാം വരുന്നത്. ഇതും ചൈനൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഇതിന് അസിസ്റ്റ് ഹുക്ക് ഒന്നുമില്ല, റെഡ് ആയിട്ട്. ഇത് നല്ല കമ്പനി സാധനം തന്നെയാണ്. 30 ഗ്രാം വരുന്ന ഒരു ജിഗറാണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. നല്ല ഹുക്കാട്ടോ, കിടില ഹുക്ക് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ മസ്റ്റാർഡൊക്കെ ഹുക്ക് വരുന്ന പോലത്തെ നല്ല കിടിലൻ ഹുക്കാണ്. ഇത് നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇത് നല്ല കമ്പനി സാധനമായതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രം, അങ്ങനെ കുടുങ്ങിപ്പോകില്ല എന്നുള്ള വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതും അതുപോലെ അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ഒരു ജിഗറും. പിന്നെ ഞാൻ കാണിച്ചു തരാം, അടുത്തൊന്നും അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് അതുപോലെ നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജിഗർ കണ്ടോ. ഈ ഒരു ജിഗറും നമ്മൾ അത്യാവശ്യം നല്ല ഇതിൻ്റെ പരിക്കൊക്കെ ഇതിനെ കാണാനുണ്ടാവും. കണ്ടോ, കല്ലൊക്കെ ചെന്നടിച്ചത്. 40 ഗ്രാമിൻ്റെയാണ്. നമ്മൾ വാമീനിട്ടാൽ നല്ല രീതിയിൽ തന്നെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഹുക്ക് എത്ര വലിയ ഗുണമൊന്നുമില്ല, എങ്കിലും നമ്മൾ അത് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ മിസ്സായതാണ്. മീനൊന്നും കിട്ടിയിട്ടില്ല. ആകെ നമുക്ക് ജിഗറിൽ മീൻ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ജിഗറിൽ മാത്രമേ ഉള്ളൂ. ഒരു വറ്റക്കുട്ടിനെ, ഒരു 1/2 കിലോൻ്റെ സൈസ് വരുന്ന വറ്റനെ നമ്മൾ ഇതിനകത്ത് പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ അത്രയും 5 ജിഗർ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, ഒരു സ്പിന്നർ ടൈപ്പ്. നമ്മുടെ വാഹകമൊക്കെ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടലൻ സാധനമാണിത്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നമ്മുടെ കൈവശം ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഈ ഒരു സ്പിന്നർ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതിനപ്പുറത്ത് ഒരാളെയും കൂടി ഉണ്ട്, ഒരു ഫ്ലൂറസെൻ്റ് ഉണ്ട്. ഒരു ഫ്ലൂറസെൻ്റ്, ഇതൊരു ചൈനൻ്റെ കേട്ടോ. ഇത് അലി എക്സ്പ്രസ് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, ഒന്ന് കൊണ്ടുനടക്കുന്നതന്നെ ഉള്ളൂ. യൂസ് ചെയ്യേണ്ട സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇതിലിട്ട് വെച്ചത് തന്നെ ഉള്ളൂ ഈ ലൂർ ബോക്സിനകത്ത്. അപ്പോൾ ഇത്രയും ജിഗർ ഐറ്റംസും സ്പിന്നറൊക്കെയാണ് നമ്മുടെ കൈവശമുള്ളത്. അതുകൊണ്ടല്ലേ ഈ ഐറ്റം നമ്മുടെ കൈവശമുണ്ട്. അതിലിപ്പോൾ യൂസ് ചെയ്യാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ജിഗറിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്പ്ലിറ്റ് റിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചിട്ടുള്ളത്, സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സ്പൂണിലറാണ് വരുന്നത്. ഇത്രയും ജിഗർ, സ്പിന്നർ, പിന്നെ ഒരു ജിഗർ ടൈപ്പ് തന്നെ അതുണ്ടോ ഇതും. ഇത്രയും ജിഗർ ഐറ്റംസാണ് നമ്മുടെ കൈവശമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷാഡിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൽ കൂടാതെ കുറച്ച് ഷാഡും കൂടി അവിടെ താഴ്ത്തിരിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ നമ്മൾ ഷാഡാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ചാനലിനകത്ത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ബോക്സിനകത്ത് വരുന്ന ഷാഡും അത് നമ്മുടെ കയ്യിലുള്ള ഷാഡ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബോക്സിനകത്ത് ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സീമാൻ്റെ ഒരു ഷാഡാണ്. നമുക്ക് മുന്നേ ക്യാബറൽ ഔട്ട്ഡോർസ് കണ്ടുള്ള ഒരു ഓൺലൈൻ വെബ് ഷോപ്പ് ഉണ്ടായിരുന്നു, അവർ തന്നിട്ടുള്ള ഒരു ഷാഡാണ് കേട്ടോ. അവരെ ജിഗറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്ക് എടുക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ. എങ്കിലും നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ പോണ സമയത്തൊക്കെ നമ്മൾ സമയം കിട്ടുന്ന സമയത്ത് നമ്മളിത് കാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സീമാൻ്റെ ഒരു ഷാഡുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതിലൊക്കെ ഒത്തിരി ഷാഡുണ്ട് കേട്ടോ. നമ്മുടെ JB ഷാഡിൻ്റെ കോപ്പികളാണ്. റെഡ്, ഫയർ ടാഗ്, പേൾ വൈറ്റ്, റെഡ്, പിന്നെ അതുപോലെ ഒരു മെറ്റാലിക് ഗ്രീന്, പിന്നൊരു ഗ്രീനും വൈറ്റും കൂടിയൊക്കെ ആയിട്ട് വരുന്ന ഒത്തിരി ഷാഡ് ഇതിനകത്തുണ്ട്. JB ഷാഡാണ് കണ്ടല്ലോ, ഇത്രയും ഷാഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതും JB ഷാഡ് തന്നെയാണ്, അറിയാം. നമ്മൾ മുന്നേ തന്നെ കിഡ്ല 2 ചെമ്പല്ലിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നോയ്ബിയുടെ കവറാട്ടോ, പക്ഷേ ഷാഡ് JB ഷാഡ് തന്നെയാണ്. പിന്നെ അതുപോലെ നോയ്ബിയുടെ ഷാഡ് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഷാഡ്
അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഷാഡാണ്. പിന്നെ വരുന്നത് വെച്ചാൽ നോയ്ബിയുടെ ഗ്രീനല്ലോ, നമ്മുടെ മുന്നത്തൊക്കെ ഒരു പുലിയായിരുന്നു. അതെ, ഒത്തിരി മീനിനെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഷാഡിനകത്ത് നമ്മൾ. പിന്നെ അതിൽ സ്പ്രിംഗ് ടൈപ്പ് തന്നെ ഗ്രീനെല്ലാം വരുന്നുണ്ട്. പിന്നെ അതിലൊരു പേൾ വൈറ്റ് എടുക്കുന്നുണ്ട് ജോബി ഷാഡിൻ്റെ. പിന്നെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ സീമാൻ്റെ ഒരു ഷാഡാണ്. ഇത് ഞാൻ കാണിച്ചത് പുറത്ത് കൊടുത്തിട്ട്, മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നൊരു ഷാഡാണ്. ഇത് സീമാൻ്റെ ഒരു ഷാഡാണ് കേട്ടോ. നമ്മൾ കേബിൾ ഔട്ട്ഡോഴ്സ് അവർ തന്നിട്ടുള്ള തന്നെ ഒരു ഷാഡായിരുന്നു. പിന്നെ സീമാൻ്റെ തന്നെ ഒരു 3 ഇഞ്ച് നോക്കട്ടെ, 3 ഇഞ്ച് സൈസ് വരുന്ന ഒരു പേൾ വൈറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുന്നേ നമ്മളൊരു കിഡിലെ 2 കിലോ സൈസ് വരുന്ന ഒരു അമൂർ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഷാഡിനകത്ത്. പിന്നെ അതുമാതിരി ഇവൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചില്ല. ഇതൊരു ചൈന ഷാഡാണ്, കർലി ടൈപ്പ്. കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഇതൊരു കർലി ടൈപ്പ് ഷാഡാണ്. അത്യാവശ്യം നല്ല വറ്റ കുട്ടികളൊക്കെ പിടിക്കാൻ പറ്റിയ, ചെമ്പല്ലി കുട്ടികളൊക്കെ പിടിക്കാൻ പറ്റിയുള്ള ഒരു ഷാഡാണ്. കണ്ടല്ലോ, കർലി ടൈപ്പാണ് ഇതിൻ്റെ ടൈൽ വരുന്നത്. നല്ല ആക്ഷൻ കേട്ടോ. പിന്നെ അതുപോലെ ഈ ജിഗഡ് യൂസ് ചെയ്തിട്ടുള്ള നോയ്ബിയുടെ ഒരു ജിഗഡാണ്, ചെറിയ ജിഗഡ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവനാണ് കേട്ടോ, ഒരു ഐറ്റം തന്നെ കേട്ടോ. അമൂർ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇവനെ വെച്ചിട്ടായിരിക്കും നമ്മൾ കിടലാൻ അമൂറുകളെ പിടിക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. കയ്യിലൊക്കെ തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല. ഭയങ്കര സ്മെല്ലാണ് ഈ ഷാഡിന്. ഒക്കെ റെസ്റ്റ് അല്ല, ഫംഗസ് കയറിയതാ. 28 ഗ്രാമാണ് ഇതിൻ്റെ ജിഗട്ടിന് വെയിറ്റ് വരുന്നത്. എന്തായാലും നമ്മൾ അമൂറിൻ്റെയൊക്കെ സീസൺ ആയി തുടങ്ങുന്നുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ഷാഡ് തന്നെയാണ്. അത്യാവശ്യം നമ്മൾ ഡെപ്തിലോട്ട് ഇട്ടിട്ട് ആ കല്ലിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഷാഡാണ്. നല്ല റിസൾട്ടുള്ള ഷാഡ് തന്നെയാണ്. 2 കളർ നമ്മുടെ കൈവശമുണ്ട്, കണ്ടല്ലോ. ഈ 2 ഷാഡാണ് അതിനായിട്ട് സ്പെഷ്യലായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യണം. അതിന് സീസൺ ആയി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഷാഡാണ്. മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു വേറൊരു കളർ ഉണ്ടായിരുന്നു, ഒരു പേൾ വൈറ്റ് പോലത്തെ ഒരു കളർ, ഒരു മെറ്റാലിക് ഗിൽറ്റ് തന്നെ ആ ടൈപ്പുള്ള ഒരു ഷാഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് നമുക്ക് മിസ്സായി പോയി, ഉടക്കി പോയതാണ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ 2 എന്നാലും ഇത് നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് അമൂറിൻ്റെ സീസണൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. 2 മാസം കൂടി കഴിഞ്ഞാൽ അമൂർ സീസണൊക്കെ ആയി. അപ്പോൾ എന്തായാലും നമുക്ക് അത് ആ സമയത്ത് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് ഒരു ചൈന ഷാഡാണ്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല, ഒരു ഫ്രീ കിട്ടിയ ഷാഡാട്ടോ. പിന്നെ ചെറിയ സൈസ് ഷാഡാണ് ഞാൻ കാണിച്ചു തരാം. ഈ ടൈപ്പിലുള്ള ഒരു 3 ഇഞ്ച് എന്ന് പറയാൻ പറ്റില്ല, 3 ഇഞ്ച് ഉണ്ടാവും. 3 ഇഞ്ച് ടൈപ്പ് ഷാഡാണിത്. ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമ്മളിതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഒരു മീനിൻ്റെ സ്ട്രൈക്ക് കിട്ടിയുള്ള വീഡിയോ ആണ്. ചെറിയ സൈസ്, അതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതുണ്ട്, ഇതിനകത്തൊക്കെ അതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷാഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെടുക്കും നമ്മളെ ഷാഡിൻ്റെ ബോക്സിൽ നമ്മൾ ഇട്ടിട്ട് കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നോയ്ബി അല്ല കേട്ടോ, നോയ്ബിൻ്റെ കവറാണെന്ന് തന്നെ ഉള്ളൂ. ഇത് ബെർക്ക്ലി എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒറിജിനൽ ഷാഡാണ്. 5 ഇഞ്ച് സൈസ് വരുന്നത്. ഞാൻ കാണിച്ചുതരാം. മുന്നേ നമ്മുടെ ഒരു കാളാഞ്ചി നമുക്ക് മിസ്സായിട്ട്, അതായത് നമ്മുടെ വീഡിയോ കിട്ടാത്തൊരു സ്ട്രൈക്ക് കിട്ടാത്തൊരു കാളാഞ്ചി ഉണ്ടല്ലോ, അത് ഇതിനകത്തായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 5 ഇഞ്ച് സൈസ് ബെർക്ക്ലിയുടെ ഷാഡിനകത്താണ് അത് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 21 സൈസ് ഇതാണ് വരുന്നത്, ജിഗഡ വരുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് 7 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഷാഡും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെർക്ക്ലി, ഇത് നമ്മൾ കവറില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കിട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബെർക്ക്ലിയുടെ ചെറിയ സൈസ് പവർ ബൈറ്റ്, ചെറിയ 3 ഇഞ്ച് സൈസ് 3 ഇഞ്ച് സൈസ് വരുന്ന ഷാഡാളാണ് ഉള്ളത്. ഞാൻ എടുത്ത് കാണിച്ചത് ഈ സൈസിൽ വരുന്ന ഷാഡാണ്. ഇപ്പോൾ നമ്മൾ ജിഗഡൊക്കെ ഫംഗസ് കയറിയിട്ടുണ്ട് എടുക്കാതായിട്ട്. 1-2 നമ്മൾ യൂസ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ടൈപ്പ് ഷാഡ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വരുന്നത് സീമാൻ്റെ വേറൊരു ഷാഡ്. ഇതെന്ന് വെച്ചാൽ സീമാൻ്റെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ സംഭവം ഇലാസ്റ്റിക്, അതായത് നല്ല ഇലാസ്റ്റിക്കാണ്, പക്കയാണ് സാധനം. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഈ ജിഗഡിനടുത്ത് അതേപോലെ നമ്മൾ കോർത്തിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇതാണ് ഞാൻ അവിടെ കെട്ടിയിട്ടിക്കണ്, ഇത് ഇതിമൊന്ന് ഊരിപ്പോവും. ഇതിൻ്റെ ആയിട്ട് ജിഗഡ് വരുന്നുണ്ടെങ്കിലും ഇത് ഇതിമൊന്ന് ഊരിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല റിസൾട്ടുള്ള ഷാഡൻ കേട്ടോ. അമൂർ ചെമ്പല്ലി പറ്റിയിട്ടുള്ള കിടലൻ ഷാഡ് തന്നെയാണിത്. അപ്പോൾ ഷാഡിൻ്റെ കളക്ഷൻ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ പകുതിയോളം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ.
ഒരുപാട് കളർ നമ്മളിതിൽ കാണിച്ചു തരാത്തുണ്ട്. ഇതിന്റെ അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് ഉടക്കി പോയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രോ നിങ്ങളുടെ ഷാഡ് കുടുങ്ങി പോകാറില്ലെന്ന്. കാരണം ഇത്രയും ഷാഡിന്റെ പകുതിയും കണ്ടാൽ പോലെ ഏകദേശം ഇത്രയും കണക്ക് നമ്മുടെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. മീൻ സ്ട്രൈക്ക് കിട്ടിയിട്ട് പൊട്ടിപ്പോയതും അതോടൊപ്പം കല്ലിന്റെ ഗ്യാപ്പിൽ കുടുങ്ങിപ്പോയതും, അങ്ങനെ ഒത്തിരി ഷാഡ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഷാഡിന്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുള്ളത് ഇത്രയാണ്. ഇനി നമുക്ക് അടുത്ത കാര്യം എന്തൊക്കെയെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, ഒരു വീഡിയോ കൂടി വരാനുണ്ട്. കാരണം ലെങ്ത് കൂടിയ കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റിന്റെ മുകളിൽ നമ്മുടെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ഒരു ദിവസങ്ങളിൽ ഒരു വീഡിയോ കൂടി വരാണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.